ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മല്ലികാമ്മ അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ സുജ ചോദിക്കുന്നുണ്ട്, മല്ലികാമ്മയെ ആയില്ലേ, ഇനി എത്ര സമയം എടുക്കും ചോദിക്കുന്നു. ദാ കഴിഞ്ഞു, ദാ കൊണ്ടുവരുന്നു എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സുജയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മല്ലികാമ്മ കൊണ്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. സുജ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു, എങ്ങനെയുണ്ടെന്ന് മല്ലികാമ്മ ചോദിക്കും. സൂപ്പറായിട്ടുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ എനിക്ക് ഒരുപാട് അച്ചാറുകൾ ഉണ്ടാക്കാൻ അറിയാമെന്ന് മല്ലികാമ്മ പറയട്ടോ ചെയ്യുന്നത്. ഇത് നമ്മൾ വിറ്റ ആൾക്കാർ വാങ്ങില്ലേ, വാങ്ങുമെന്ന് സുജ പറയുന്നു. വീണ്ടും വീണ്ടും ആൾക്കാർ വാങ്ങില്ലെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കും, ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരുപാട് അച്ചാറുകൾ എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നും പല വെറൈറ്റിയിൽ ഉണ്ടാക്കാൻ അറിയാമെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ഫുഡ് കച്ചവടം മിക്കവാറും നല്ല രീതിയിൽ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് മല്ലികാമ്മ പറയുന്നു. നമുക്കിതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇങ്ങനൊരു ബുദ്ധി എൻ്റെ തലയിൽ എന്താ വരാതിരുന്നത് ഇത്രയും നാളും, ഞാൻ ഇങ്ങനെ എന്താ ഒരു ഐഡിയ ചിന്തിക്കാതിരുന്നതെന്നും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയുന്നത് ഇപ്പോഴാ മനസ്സിലായെന്നും പറയുക കേട്ടോ ചെയ്യുന്നത്. അല്ല, നമ്മളിത് എപ്പോൾ തുടങ്ങാനായിരിക്കുന്നതെന്ന് സുജയോട് ചോദിക്കുന്നു. അപ്പോൾ സുജ പറയും, തുടങ്ങാം മല്ലികാമ്മയെ നമുക്കെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. എപ്പോൾ തുടങ്ങുമെന്ന് പറ, ശുഭസ്യ ശീഘ്രം എന്നല്ലേ പറയാറുള്ളത്. എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് തുടങ്ങിയേക്കണം, ചിന്തിച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല എന്നും പറയട്ടെ ചെയ്യുന്നത്. നമ്മുടെ ലോണൊക്കെ ഒന്ന് റെഡി ആവട്ടെ മല്ലികാമ്മേ. ആദ്യം നമുക്ക് നല്ല പാത്രങ്ങൾ മേടിക്കണം, പിന്നെ അതുപോലെ സ്റ്റീലിൻ്റെ ഒരു അടുക്കള ഉണ്ടാക്കണം, അങ്ങനെ നമുക്ക് തുടങ്ങാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും മല്ലികാമ്മയ്ക്ക് പെട്ടെന്ന് തല കറങ്ങും പോലെ തോന്നുന്നു. സുജ കയറി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റി മല്ലികാമ്മയെന്ന് സുജ ചോദിക്കുമ്പോഴത്തേക്കും എന്താണെന്ന് അറിഞ്ഞുകൂടാ, പെട്ടെന്ന് ഞാൻ എണീറ്റ് തിരിഞ്ഞപ്പോൾ തലയൊന്ന് ചുറ്റിയതാണെന്ന് പറയുന്നു. ഇനിയിപ്പോൾ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യണം, അതിനുശേഷം മാത്രമേ എല്ലാം ഒന്നും റെഡി ആവത്തുള്ളൂ. തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിയുമ്പോൾ ഞാനുണ്ടല്ലോ കറുത്ത കണ്ണടയൊക്കെ വെച്ചുകൊണ്ട് ഒരു ഇരിക്കുന്ന കാണാമെന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങിയാൽ മതി കിച്ചൺ എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് ഇവിടെ മുത്തശ്ശിയാണെങ്കിൽ ചിത്തിരയ്ക്ക് നാരായണത്തിൽ നിന്ന് മല്ലികാമ്മയുടെ അസുഖം മാറാനായിട്ടുള്ളൊരു മന്ത്രം പറഞ്ഞു കൊടുക്കുകട്ടോ ചെയ്യുന്നത്. അത് വായിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മരുന്നിൻ്റെ കൂടെ മന്ത്രവും കൂടെ വേണമെന്നാണല്ലോ. ഈ മന്ത്രം നല്ലതാണ്, അച്ചമ്മയോട് ദിവസവും ചൊല്ലാനായിട്ട് പറയണമെന്ന് പറയുന്നു. അപ്പോൾ ചിത്തിര പറയുന്നുണ്ട്, ഞാനും ഇത് ചൊല്ലും, എൻ്റെ അച്ചമ്മയുടെ അസുഖം മാറേണ്ടത് എനിക്ക് വളരെ പ്രധാനമാണത്, അതത് മാറിക്കിട്ടിയാൽ മതിയെന്നുമൊക്കെ ചിത്തിര പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മാറും, ഉറപ്പായിട്ടും മാറും, നല്ല ആശ്വാസം ഉണ്ടാവും ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ. ഞാനിത് ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്കും കുറച്ച് ആശ്വാസം കിട്ടിയത്. മരുന്നിൻ്റെ കൂടെ അല്പം മന്ത്രവും കൂടെ വേണമെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായെന്ന് പറയുന്നു. ഉച്ചഭക്ഷണം കഴിക്കേണ്ടതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. സ്കൂളിലായിരുന്നപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുമായിരുന്നു എന്ന് പറയാട്ടോ ചെയ്യുന്ന ചിത്തിര. അതിനെന്താ ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു, എനിക്കൊരു ചമ്മന്തി കഴിക്കാൻ തോന്നുന്നു എന്ന് പറയാട്ടോ ചെയ്യുന്ന മുത്തശ്ശി. അതിനെന്താ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. അങ്ങനെ ചിത്തിര ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ ചെയ്യുന്നത്. പിന്നീട് നായിക വിനയനെ തേടി വരുന്നുണ്ട്. എന്നിട്ട് വിനയനോട് ചോദിക്കുന്നുണ്ട്, നോട്ടീസ് കിട്ടിയോന്ന്. എന്ത് നോട്ടീസെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അഭിജിത്ത് വധക്കേസിൻ്റെ വിചാരണ തുടങ്ങാൻ പോകുന്നു, അതിൻ്റെ നോട്ടീസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. തനിക്ക് എപ്പോഴും നെഗറ്റീവ് വർത്താനം മാത്രമേ പറയാനുള്ളൂ, ഒരു സമാധാനം കിട്ടുന്ന ഒരു ന്യൂസും തനിക്ക് പറയാനില്ലേന്ന് ചോദിക്കുന്നു. ഇതേ സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിലേ ഇതിൽ നിന്ന് അവരുടെ മൊഴി മാറ്റണം, ആ രണ്ടുപേരുടെ മഹേഷിൻ്റെയും മല്ലികയുടെയും എന്ന് പറയുന്നു. അത് നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അവരൊരു തരത്തിലും വഴങ്ങത്തില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ വിചാരിക്കേണ്ട, ഞാൻ അന്ന് പ്രതിഭ മേഡത്തിനോട് സംസാരിച്ചപ്പോഴത്തേക്കും ന്യൂ ഇയറിൻ്റെ ആ സമയമായപ്പോൾ മല്ലിക പറഞ്ഞു എന്ന് പറഞ്ഞു, ഇനി വഴക്കും വക്കാണൊന്നും വേണ്ടാന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അവർക്ക് കോംപ്രമൈസിന് താല്പര്യമുണ്ടെന്ന്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യണം, കോംപ്രമൈസിന് വേണ്ടിയിട്ട് ചെല്ലണം, എന്നിട്ട് അവരോട് നമ്മൾ ആവശ്യപ്പെടണം, ഇനി വഴക്കും വക്കാണൊന്നും വേണ്ട, ഈ മൊഴി ഒന്ന് മാറ്റി പറയണമെന്ന്. ഈ മല്ലിക അങ്ങനെ ന്യൂ ഇയറിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. അവർക്കും താല്പര്യമൊന്നും ഇല്ല ഇനി അടിയിടിയും കൂടാനായിട്ട്. അല്ലെങ്കിലും വഴക്കുണ്ടായിട്ട് എന്ത് നേട്ടം, ഒരു നേട്ടവുമില്ല. പക്ഷേ നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്താണ് നേട്ടമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വഴങ്ങുമോ, ആ മല്ലികയും മഹേഷും ചോദിക്കട്ടോ ചെയ്യുന്നത്. അവരുടെ ആദർശം ഇരുമ്പൊലൊക്കെ ഒന്നും അല്ലല്ലോ എന്ന് നായിക പറയാട്ടോ ചെയ്യുന്നത്. അതിന് അത്രയ്ക്കൊന്നും ബലമില്ല, അവരുടെ ആദർശമൊക്കെ മാറാവുന്നതേ ഉള്ളൂ. നമ്മളൊന്ന് ശ്രമിച്ച് നോക്ക്, എന്തായാലും എത്രയും പെട്ടെന്ന് അവരെ ഒന്ന് കണ്ട് സംസാരിക്കുക. അപ്പോൾ ഉടനെ വിനയം പറയുന്നത്, പറഞ്ഞത് ശരിയാ, പക്ഷെ അമ്മയോട് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അമ്മ അവിടെ ചാടി വീണില്ല? സാധാരണ നമ്മളെക്കാട്ടിയും കൂടുതൽ ചിന്തിച്ച് അമ്മ അവിടെ ചാടി വീഴുന്നതാണല്ലോ. എന്തായാലും ഞാൻ അമ്മയോട് പറഞ്ഞു നോക്കാം, ഇങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ തീരുന്നെങ്കിൽ തീരട്ടെ, ഈ കേസ് അങ്ങ് അവസാനിപ്പിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ എന്ന് വിനയൻ പറയാട്ടോ ചെയ്യുന്നത്. വിനയൻ പറഞ്ഞതനുസരിച്ച് പ്രതിഭ നേരെ മല്ലികാമ്മ അടുക്കലേക്ക് ചെല്ലുന്നു. അപ്പോൾ സുജ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ, നിൻ്റെ വീടാണോ ഇതിപ്പം, നീ ഇപ്പം ഇങ്ങോട്ട് താമസം മാറ്റിയോ എന്ന് ചോദിക്കുന്നു. എനിക്ക് വേറെ വീടുണ്ടെന്ന് സുജ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ മല്ലികയെ കാണാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. നല്ലതാ, ബന്ധങ്ങളൊക്കെ പുതുക്കുന്നതെന്നും പ്രതിഭ ആക്കിക്കൊണ്ട് പറയുന്നു. അപ്പോഴേക്കും മല്ലികാമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, മിണ്ടിയും പറഞ്ഞ് ചുമ്മാതെ ഇരിക്കാനാണോ ചോദിക്കുന്നു.
ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ വന്നതെന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. പ്രത്യേകിച്ച് നിനക്കൊരു സ്നേഹം തോന്നാനായിട്ട് അല്ല, വിചാരണ തുടങ്ങുവാണല്ലോ അഭിജിത്ത് വധക്കേസിൻ്റെ, അതിൻ്റെ കാര്യം സംസാരിക്കാൻ വന്നതെന്ന് പറയുന്നു. നീ അന്ന് എന്നോട് പറഞ്ഞല്ലോ നമ്മൾ തമ്മിലൊരു കോംപ്രമൈസ് ആവാമെന്നും വഴക്കും വക്കാണോന്നും വേണ്ട എന്നും. അത് വേണ്ട എന്നുണ്ടെങ്കിൽ നീ മൊഴി മാറ്റി പറയണം. നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി, നീ കണ്ടത് അയാളെ തന്നെ ആണോ എന്ന് സംശയമുണ്ടെന്നും പറഞ്ഞാൽ മതി. അതാവുമ്പം ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറഞ്ഞു, ഞാൻ മൊഴി മാറ്റി പറയാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതോടുകൂടി എല്ലാ വഴക്കും തീരുന്നെങ്കിൽ തീരട്ട്, പക്ഷേ ഒരാളും കൂടെ സമ്മതിക്കണമെന്ന് പറയുന്നത്. അത് ആരാണെന്ന് ചോദിക്കുകയാണ് പ്രതിഭ. ചിത്തിര സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ മാറ്റി പറയാമെന്ന് പറയട്ടോ ചെയ്യുന്നത്. ചിത്തിര സമ്മതിച്ചോളുമെന്ന് പറയുന്നു. നീ വിചാരിക്കും പോലെ പെട്ടെന്നൊന്നും അവൾ സമ്മതിക്കത്തില്ല എന്നും അവൾ നല്ല നിലപാടുള്ള കുട്ടിയാണെന്നും ഇത്രയേ ഉള്ളെങ്കിലും അവളുടെ നട്ടലിന് നല്ല കരുത്താണെന്നും റബ്ബർ കൊണ്ടല്ല അവിടെ നട്ടലുണ്ടാക്കിയിരിക്കുന്നതെന്നും പറയുന്നു. എന്തായാലും ഞാനൊന്ന് ശ്രമിക്കാൻ പോവുകയാണ് മല്ലികെ, ചിത്തിരയുടെ മനസ്സ് മാറ്റാനായിട്ട് എനിക്ക് സാധിച്ചാലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ തന്ന വാക്ക് മാറ്റില്ലല്ലോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. മാറ്റത്തില്ല എന്ന് മല്ലികാമ്മയും പറയുന്നുണ്ട് കേട്ടോ. നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്നെ ഭീഷണിപ്പെടുത്താനാണോ എന്ന് മല്ലികാമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭീഷണിയാണെന്ന് നീ കൂട്ടിക്കോ. നീ ഈ മൊഴി മാറ്റി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള വഴക്ക് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്നും അത് നമ്മളിൽ ഒരാളുടെ മരണം വരെ തുടരുമെന്നും പിന്നീട് നിനക്ക് കൂട്ടുകൂടണമെന്ന ആഗ്രഹമുണ്ടായാലും ഞാൻ അതിന് വഴങ്ങി തരത്തില്ല എന്നും പറയാട്ടോ ചെയ്യുന്നത്. അതിനുള്ള സാഹചര്യം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കുമെന്നും പറയുന്നു. നിന്റെ ഭീഷണിക്ക് മുമ്പിലൊന്നും വഴങ്ങുന്ന ആളല്ലടി ഞാനെന്ന് മല്ലികാമ്മ തീർത്ത് പറയാട്ടോ ചെയ്യുന്നത്. അല്ല, ഇപ്പോൾ ഉത്സവത്തിൻ്റെ സീസണൊക്കെ അല്ലേ, നിനക്കെന്ത് ഡാൻസും പരിപാടികളൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നു. ദൈവം സഹായിച്ച് എനിക്ക് ഇഷ്ടം പോലെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് മല്ലികെ, കാരണം ഞാൻ മുൻ മുഖ്യമന്ത്രിയാണല്ലോ. ഞാൻ എവിടെയെങ്കിലും ഡാൻസ് കളിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ തടിച്ചുകൂടുമെന്ന് പറഞ്ഞു. എന്തായാലും ചിത്തിരയുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പ്രതിഭ പോവാട്ടോ ചെയ്യുന്നത്. പിന്നീട് ആ മുത്തശ്ശിയുടെ മകളായ ശ്രീദേവി ജോലി കഴിഞ്ഞ് എത്തുന്നുണ്ട് കേട്ടോ. അപ്പം ചിത്തിരയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇവളെന്ത് മിടുക്കിയാണെന്നറിയാമോ, നിനക്കില്ലാത്ത പല ഗുണങ്ങളും ഇവക്കുണ്ട്, നീ ആദ്യം പോയി ഒന്ന് ചായ കുടിക്കുക, അപ്പം നിനക്ക് മനസ്സിലാകുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ശ്രീദേവി പോയി ചായ എടുത്ത് കുടിക്കുന്നു. മുത്തശ്ശി ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ചായ? കൊള്ളാമെന്ന് ശ്രീദേവി പറയുന്നു. ഇത് ആരുണ്ടാക്കിയെന്ന് മനസ്സിലായോ? അമ്മ ഉണ്ടാക്കിയതാ, ഞാനല്ല ഉണ്ടാക്കിയത്, ഇവളാ ഉണ്ടാക്കിയെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇവയ്ക്ക് എന്തില്ല അറിയില്ല എന്ന് ചോദിക്കുക, എല്ലാ കഴിവും ഉണ്ടെന്ന് പറഞ്ഞു. ആഹാ കൊള്ളാമല്ലോ എന്ന് പറയാട്ടോ ചെയ്യുന്നത് ശ്രീദേവി. പിന്നെ ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഞാനൊരു കാര്യം പറയാം, നീ എത്രയും പെട്ടെന്ന് വേറൊരു വിവാഹം കഴിക്കണം, എങ്കിൽ മാത്രമേ നിനക്കിനി മുമ്പോട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, നിനക്ക് ആരെങ്കിലും ജീവിതത്തിൽ വേണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ ശ്രീദേവിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ശ്രീദേവി പറയുന്നുണ്ട്, വേണ്ടാന്ന് വെച്ചതൊന്നും വേണ്ട, ഇനി അതിൽ കൂടുതൽ അതിനെപ്പറ്റി സംസാരമൊന്നുമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറയുന്നുണ്ട്, ഇപ്പോൾ മാട്രിമോണി സൈറ്റുകളൊക്കെ ഒരുപാടുണ്ട്, മാഡത്തിന് വേണമെങ്കിൽ വിവാഹം കഴിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. ഇനി അപ്പോൾ ഉടനെ ശ്രീദേവി പറയുന്നുണ്ട്, ഇല്ല എനിക്കിനി എൻ്റെ ജീവിതത്തിലൊരു വിവാഹമില്ല, ഞാനതിന് താല്പര്യപ്പെടുന്നുമില്ല എന്ന് തീർത്തങ്ങ് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ, പക്ഷേ എൻ്റെ കാലം കഴിഞ്ഞാൽ നിനക്കൊരു തുണ വേണ്ടേ, അതിനെപ്പറ്റി നീ ഓർത്തോണം എന്നിങ്ങനെ മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ചിത്തിര പറയാട്ടോ ചെയ്യുന്നത്, എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, സമയമായി, അച്ഛമ്മ അവിടെ ഒറ്റയ്ക്കായിരിക്കും, ഞാൻ ചെന്നിട്ട് വേണം സുജാൻറ്റിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനെന്നും പറയും. അങ്ങനെ ചിത്തിര അവിടെ നിന്ന് പോകട്ടോ ചെയ്യുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നല്ല കുട്ടിയാണ്, നല്ല നിലയിൽ എത്തുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും വിനയൻ ഈ സത്യങ്ങൾ ഇപ്പോൾ അറിയുന്നുണ്ട് കേട്ടോ. വിനയനാണെങ്കിൽ ചിത്തിരയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്, സ്കൂൾ വിട്ട് വരുമ്പോൾ ചിത്തിരയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ വിനയൻ ചോദിക്കുന്നുണ്ട്, എന്താ മക്കളെ ചിത്തിരയില്ലേയും ചോദിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ ഒരു ചിത്തിരയുടെ കൂട്ടുകാരെ പ്രിയ ചോദിക്കുന്നുണ്ട്, സാറിന് ഇപ്പോൾ എന്താ വേണ്ടേ? സാറോ? എന്നെ സാറെന്നൊന്നും വിളിക്കേണ്ട, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണെന്ന് പറയുന്നു. ഞാൻ ചിത്തിരയെ കണ്ടിട്ട് എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. ചിത്തിര ഇപ്പോൾ സ്കൂളിലേക്ക് വരാറില്ല എന്നും ചിത്തിര ഇപ്പം ലീവ് എടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട് ലീവ് എടുത്തിരിക്കുന്നു ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ചിത്തിരയുടെ അച്ഛമ്മയ്ക്ക് സീരിയസ് ആയിട്ടൊരു അസുഖമാണെന്ന് പറഞ്ഞു. മല്ലികാമ്മയ്ക്ക് അങ്ങനെ വരാൻ വഴിയില്ലോ, അല്ല സീരിയസ് ആയിട്ടൊരു അസുഖമാണെന്ന് തീർത്ത് പറയാം, ട്യൂമറാണെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കും വിനയൻ ഞെട്ട് കേട്ടോ ചെയ്യുന്നു. ട്യൂമറോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതപ്പോൾ മല്ലികാമ്മയ്ക്ക് അറിയാമെന്ന് ചോദിക്കുന്നു. മല്ലികാമ്മയ്ക്ക് അറിഞ്ഞുകൂടാ, ചിത്തിര ഒന്നും പറഞ്ഞിട്ടും ഇല്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് മുതലെടുക്കാനായിട്ട് വിനയൻ ശ്രമിക്കും കേട്ടോ. കാരണം മൊഴി മാറ്റി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യം മല്ലികയെ അറിയിക്കുമെന്ന് പറയും. ഇനി ഇൻകേസ് മൊഴി മാറ്റിയില്ലെങ്കിലും മല്ലികാമ്മ കോടതിയിൽ പറയുമ്പോൾ ഇവർക്ക് പുഷ്പം പോലെ ഇത് മാറ്റാൻ സാധിക്കും കേട്ടോ. കാരണം മല്ലികാമ്മയ്ക്ക് കാഴ്ചയുടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കണ്ടത് വിനയനെ അല്ല എന്ന് വരുത്തി തീർക്കാനും വളരെ ഈസി ആയിട്ട് നടക്കൂട്ടോ.